ഞാൻ പറയട്ടെ, KKR കപ്പടിച്ചതില് കുറച്ച് കൂടുതൽ ക്രെഡിറ്റ്സ് ഗംഭീറിന് പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ പേര് എവിടെയും പറഞ്ഞ് കേട്ടതേ ഇല്ല. അതെ അതെ അതെ. കാരണം ഹീസ് ദ ഹെഡ് കോച്ച്. ചന്ദ്രകാന്ത് ഹെഡ് പണ്ഡിറ്റ് അങ്ങനെ കോച്ച്. ഒരു ഫ്ലൂക്കിൽ വന്നിട്ട് അടിച്ച ആളാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അല്ല, അത് അന്ന് നമ്മൾ ഗംഭീറിനെ ഇന്ത്യൻ ഹെഡ് കോച്ച് ആക്കി ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് ആക്കി തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ കുറെ വന്നിരുന്നു. കാരണം ഹി വാസ് എ മെന്റർ ആൻഡ് കക്കാർ വാസ് ലീഡ് ബൈ ദ മെയിൻ കോച്ച് എന്ന് പറയുന്നത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് തന്നെയായിരുന്നു. അയാളുടെ തന്ത്രങ്ങളും കാര്യങ്ങളും തന്നെ ഒരുപാട് ഇൻക്ലൂഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഹീസ് ആ ഒരു പേര് നമ്മൾ പറയല്ലോ, ഒരു ഫെയിം ഉണ്ടെന്ന് പറയുമല്ലോ, ആ ഫെയിമിലേക്കാണ് ക്രെഡിറ്റ് മുഴുവൻ പോയത്. ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ആരാണ് എന്നുള്ളത്. കാരണം ഒരുപാട് ടീമുകൾ, ഒരുപാട് അണ്ടർഡോഗ്സ് ടീമുകളെ കൊണ്ടുവന്ന് രഞ്ജി ട്രോഫി കളിപ്പിച്ച് അവര് ഫൈനൽ എടുപ്പിച്ച് ഭയങ്കര കരിയർ സക്സസ് ഉള്ള ഒരു കോച്ചാണ്. സോ ആ ഒരു കോച്ച് അണ്ടറിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫോറിൻ കോച്ചേഴ്സിനെ കെട്ടി ഇറക്കും ഓരോ IPLs. സോ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു ഗുഡ് ബുക്സ് നിന്ന് വരുന്ന ഒരു കോച്ചിനെ, ഒരു IPL പോലുള്ള ടീമിനെ കോച്ച് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു. ബട്ട് അവരൊരു സീസൺ കഴിഞ്ഞതിന് മുന്നേ സീസൺ ഒന്ന് സെറ്റ് ഡൗൺ ആയി. അതിനുശേഷം അവർ തിരിച്ചു വന്നു. അതിൽ കപ്പടിച്ച സമയത്ത് ക്രെഡിറ്റ്സ് വെരിറ്റ്സ് ഡ്യൂ എന്ന് പറയില്ലേ, പക്ഷെ ആ ഒരു ക്രെഡിറ്റ്സ് ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് പോയോ ചോദിച്ചാൽ ഇല്ല, അതാണ് അർത്ഥം. സോ ഇത്തവണ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് വലിയ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. സോ ഹീസ് ദർ, ആരൊക്കെ പോയാലും ഹീസ് ദർ എന്നുള്ളൊരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അയാൾക്കുള്ളത്.